മോളെ എഡ്യൂക്കേഷൻ ലോണൊക്കെ എടുത്തിട്ടാണ് അച്ഛൻ നിന്നെ പഠിപ്പിക്കുന്നത്. നിനക്കറിയില്ല അച്ഛൻ്റെ അവസ്ഥ. നിന്നിൽ ഒരുപാട് പ്രതീക്ഷകൾ ഞങ്ങൾ വച്ചിട്ടുണ്ട്. അത് നീ തന്നെ ഇല്ലാതാക്കരുത്. എങ്ങനെയെങ്കിലും നീറ്റ് പാസ്സാവാൻ നോക്കും മോളെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. അമ്മു ആത്മഹത്യ ചെയ്തത് ജീവിതത്തിലെ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ്. അമ്മുവിനെ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ചില കുട്ടികളും. അത് കുട്ടികൾ മാത്രം ആവണമെന്നില്ല. അഥവാ അമ്മുവിനൊരവസരം കിട്ടിയിരുന്നെങ്കിൽ. ആരെ? എണീച്ചോ? നിങ്ങൾ ആരാ? ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ. അതല്ല, അമ്മുവിൻ്റെ ആഗ്രഹങ്ങളൊന്നും അമ്മ വിചാരിച്ച പോലെ നടക്കാറില്ലല്ലേ? എന്റെ പേരെങ്ങനെ അറിയാം? അവക്കറിയാം. എന്റെ ആഗ്രഹങ്ങളോ? നിന്റെ ആഗ്രഹങ്ങൾ പറയാൻ നിനക്ക് പേടിയുള്ളതുകൊണ്ടല്ലേ നീ ഇപ്പം ആത്മഹത്യ ചെയ്തത്? അമ്മ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് ഓർമ്മയുണ്ടോ? അതെനിക്കൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അമ്മുവിന് ഈ ചിലങ്ക കാണുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ചിലങ്ക ജീവിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സ്നേഹത്തേക്കാൾ വലുതാണ് അമ്മു മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സ്നേഹം. അതിന് എനിക്ക് ജീവിച്ചിരിക്കുമ്പോ എന്താ സ്നേഹം കിട്ടിയേ? ശരി, ഞാൻ അമ്മുവിൻ്റെ വഴിക്ക് തന്നെ വരാം. അമ്മ ആത്മഹത്യ ചെയ്തതിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടെന്ന് അമ്മുവിന് തോന്നുന്നുണ്ടോ? പറ്റുന്നില്ല എനിക്ക്. ഒരുപാട് ഉള്ളി വെക്കാൻ നോക്കിയതാ. എന്ത്?
ഈ എൻട്രൻസും മെഡിസിനും ഒക്കെ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ ശ്രമിച്ചു നോക്കിയതാ. പിന്നെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് ഇത്ര കാലം ഞാൻ പോയത്. ഇപ്പൊ എനിക്ക് പ്രഷർ താങ്ങാൻ വയ്യ. കോഴ്സ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിർത്തേണ്ടത് കോഴ്സായിരുന്നില്ലേ, ജീവിതമായിരുന്നു. നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും അല്ല കാര്യങ്ങള്. ഇന്ന് തുടങ്ങി നാളെ നിർത്താനൊന്നും പറ്റൂല. അല്ലെങ്കിൽ അച്ഛൻ എവിടുന്നൊക്കെയോ കടം വാങ്ങിയിട്ടാണ് എന്നെ അവിടെ ചേർത്തിയത് തന്നെ. ഇന്നലെ രാത്രി കൂടെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. അല്ല, ഈ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നതും പൈസ കടം വാങ്ങി കോഴ്സിന് ചേർക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാന്നാ? എനിക്കറിയാം, പക്ഷെ എനിക്ക് പറ്റാത്തൊരു കാര്യം ഞാൻ എങ്ങനെ ചെയ്യാ? അത് നീ അച്ഛനോട് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട്? പേടിയുണ്ടോ? അവരിത്രയൊക്കെ ആഗ്രഹിച്ചിട്ട് അവിടെ എനിക്ക് എത്താൻ പറ്റില്ലെന്നറിഞ്ഞാ അത് അവർക്ക് സഹിക്കില്ല. അപ്പം നീ മരിച്ചാൽ അവർക്ക് സന്തോഷമാവോ? അങ്ങനെയല്ല. ഞാൻ അങ്ങനെ ആർക്കും ഉപദേശമൊന്നും കൊടുക്കാറില്ല. എങ്കിലും ഞാൻ പറയാം, നിൻ്റെ ഇഷ്ടം ഡാൻസാണ്. അത് ആരേക്കാളും നിനക്കറിയാം. അത് മനസ്സിലാക്കാൻ പറ്റാത്തത് നിൻ്റെ മാതാപിതാക്കളുടെ തെറ്റ്. അത് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാഞ്ഞത് നിൻ്റെ തെറ്റ്. ശരി, എനിക്ക് പോകാൻ സമയമായി. നീ ഇത്രയും കഴിവുള്ള കുട്ടിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ? അമ്മോ, ജീവിതം ഒന്നേ ഉള്ളൂ. അതാർക്കും മാറ്റാൻ പറ്റില്ല.